ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ അടുത്ത വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഓർമ്മകൾ ഉണർത്തുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പൊതിച്ചോറ്. പണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ദൂരയാത്ര പോകുമ്പോൾ അമ്മയോ അമ്മാമ്മയോ ഒക്കെ ഇതുപോലെ വാട്ടിയ ഇലയിൽ ചോറ് പൊതിഞ്ഞു തരും. അത് കഴിക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക സുഖമാണ്, രുചിയാണ്, മണമാണ്. നിങ്ങൾക്കും ഇതുപോലെ പൊതിച്ചോറ് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഓർമ്മകൾ ഉണർത്തുന്ന വീഡിയോയിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഓർമ്മകളൊക്കെ പങ്കുവെക്കാം കേട്ടോ. ചോറിൻ്റെ സൈഡിൽ ഒരു 2 കഷ്ണം മീൻ വറുത്തത്, അത് പൊതിച്ചോറിനൊരു സുഖമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല മുളകിട്ട മീൻകറിയും വെക്കുന്നുണ്ട്. അതിങ്ങനെ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മീൻകറി വേണ്ടാത്തവർക്ക് സാമ്പാർ റെഡിയാക്കുന്നുണ്ട്. പൊതിച്ചോറിൽ അധികം ചാറ് വെക്കാറില്ല, അത് ലീക്കാവുന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ ചാറ് പൊതുവെ ഒഴിവാക്കാറാണ് പതിവ്. അപ്പം ഞങ്ങൾ ഇത്തിരി ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മീൻകറിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ദാ ഇവിടെ പയറുപ്പേരി കാച്ചാൻ പോവാണ്. അപ്പം അത് മുളകിടാനുള്ള ഒരുക്കത്തിലാണ്. വെളുത്തുള്ളിയും വേപ്പിലയും ആ മുളകും ഒക്കെ കൂടി ഇട്ട് ഒരു തുമ്മലും കൂടി അങ്ങോട്ട് തുമ്മിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി കാച്ചാനുള്ളത് റെഡിയായി എന്നാണ് അർത്ഥം. അപ്പം ദാ നമ്മുടെ പയറുപ്പേരി റെഡിയായിരിക്കുകയാണ്. സാമ്പാറിൻ്റെ പണിയും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിലൊന്ന് വറുത്തൊഴിക്കേ വേണ്ടൂ. അപ്പോൾ വരുന്ന ആ മണം ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക സുഖമാണ്. ഇനി നമുക്ക് പൊതിച്ചോറിലെ ഹീറോനെ ഉണ്ടാക്കാം, ചമ്മന്തി. അത് ഇഷ്ടമില്ലാത്തവർ ആരാല്ലേ? കുറച്ച് ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം പുളിയും ഇച്ചിരി ചുവന്ന മുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പിടി തേങ്ങയും ഇത്തിരി ഉപ്പും കൂടി ആയിട്ട് അങ്ങോട്ട് അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി സൂപ്പറായി കിട്ടും. നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് തിരുമ്മിയാലുണ്ടല്ലോ, അത് മാത്രം മതി നമുക്ക് ചോറിന്. ഇനി നമുക്ക് പൊതിച്ചോറിലെ ഹീറോയിനെ ഉണ്ടാക്കാം. അതാരാ? അതാണ് നമ്മുടെ മുട്ട പൊരിച്ചത്. മുട്ട പൊരിച്ചതില്ലാതെ എന്ത് പൊതിച്ചോറ് അല്ലേ? പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ ആ മുട്ട പൊരിച്ച മണമാണ് നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ വന്ന് കയറുക. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഒക്കെ ഇട്ട് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയില പൊരിച്ചെടുക്കുന്ന ഓംലെറ്റ് ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക രുചിയാണ്. ഇനി നമുക്ക് മീനും കൂടി വറുത്തെടുക്കാം. ഇത് നെത്തോലി ചൂടാന്നൊക്കെ പറയണ മീനാണ്. മീൻ വളരെ കുഞ്ഞനാണെങ്കിലും രുചിയുടെ കാര്യത്തിൽ ഇവൻ കേമനാണ്. പണ്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പൊതിച്ചോറ് കെട്ടാനുള്ള ഇല പറിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സദ്യ ഉണ്ടാകുമ്പോൾ ഇല പൊട്ടിക്കാനോ ഒക്കെ പോവാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. ഡാഡിയോ അമ്മാമ്മയോ ഒക്കെ പോകുമ്പോൾ പിന്നാലെ ചെല്ലും. ഇവിടെ ഇപ്പോൾ മോനാണ്, അവനും അവൻ്റെ അമ്മാമ്മയുടെ കൂടെ ഇല മുറിക്കാൻ പോവാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. അങ്ങനെ പൊതിച്ചോറിനുള്ള ഇലയും ആയി. ഇല കഴുകാനും തുടയ്ക്കാനൊക്കെ പണ്ട് എന്തോ ഉത്സാഹമായിരുന്നു എന്നറിയോ? നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ഈ തണ്ടില്ലേ, അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ചെത്തിക്കളയണം. അതെന്തിനാണെന്നറിയോ? പൊതി മടക്കുമ്പോൾ അത് പൊട്ടാതിരിക്കാനാത്രേ. കാരണം അത്രയും കട്ടി ഉണ്ടാവുമ്പോൾ നമുക്ക് മടക്കാൻ പറ്റില്ല. അടുത്ത പരിപാടി നമ്മുടെ ഇല വാട്ടുന്ന പരിപാടിയാണ്. പണ്ടൊക്കെ അടുപ്പത്ത് വെള്ളങ്കലത്തിൻ്റെ മുകളിൽ വെച്ചോ അല്ലെങ്കിൽ അരിക്കലത്തിൻ്റെ മുകളിൽ വെച്ചൊക്കെയാണ് ഇല വാട്ടുന്നത് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് അതൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് തന്നെ ഇല വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചോറിടുന്ന ഭാഗത്ത് ഇതുപോലൊരു ചെറിയ കഷ്ണം ഇല കൂടി വെക്കണം കേട്ടോ. കാരണം അവിടെയല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചു. അതിനുശേഷം
ചോറിട്ടു, കാബേജ് ഉപ്പേരി, പയറുപ്പേരി, മീൻ വറുത്തത്, നമ്മുടെ ഹീറോ ചമ്മന്തി, ഹീറോയിൻ ഓംലെറ്റ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചു. അവസാനം നമ്മുടെ സ്വന്തം അച്ചാറും. അതിനുശേഷം നന്നായി ഒതുക്കി ഇല മടക്കണം കേട്ടോ. അപ്പോഴാണ് അതങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുക. യാത്ര പോകുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ട്രെയിനിലൊക്കെ ഇരുന്ന് തിന്നുന്ന ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കടലാസും കൂടി ഇട്ടങ്ങ് പൊതിഞ്ഞു. കെട്ടുന്നത് വാഴനാര് കൊണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ എവിടെ പോവാനാ? വീട്ടിൽ തന്നെ. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളതൊന്നും കടലാസ് വെച്ചൊന്നും പൊതിഞ്ഞില്ല കേട്ടോ. ഇതുപോലെ വാഴനാര് വെച്ച് എല്ലാ ഇലയും കെട്ടിയെടുത്തു. എല്ലാവർക്കും ഒരു പുതുമയായിരുന്നു. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനെ പൊതിച്ചോറ് കഴിച്ചിട്ടുള്ളത്. ഇത് വീട്ടിൽ മേശപ്പുറത്ത് ഇരുന്നിട്ട് എല്ലാവരും കൂടി ഒരു പൊതിച്ചോറ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഈ കാലത്ത് കൂടുതൽ സമയം നമ്മൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നൊസ്റ്റാൾജിയ ഇഷ്ടപ്പെടുന്നവരെ, ഇങ്ങനത്തെ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ, അങ്ങനെയുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലൊക്കെ വല്ലാത്തൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കുറേ നല്ല ഓർമ്മകളും നല്ല പഴമയുള്ള രുചികളും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.